യൂത്ത് ഫോർ എവർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് മട്ടൻ കറിയും നെയ്ച്ചോറുമാണ്. അപ്പോൾ അതിനായിട്ട് ഇവിടെ 1 കിലോ മട്ടനാണ് എടുത്തിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കിയെടുത്ത മട്ടനിലേക്ക് 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്, 3-4 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കുക്കറിലിട്ട് നമ്മളൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വെള്ളം കുറച്ച് മതി, കാരണം മട്ടനിൽ നിന്ന് വെള്ളം ഇറങ്ങിക്കോളും. നമുക്കിനി അതിനുള്ള മസാലക്കൂട്ട് തയ്യാറാക്കാം. അതിനായിട്ട് 2 വലിയ സവോള, 1 വലിയ കഷ്ണം ഇഞ്ചി, 1 കൂടം വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, പിന്നെ കൂടുതൽ ചുവന്നുള്ളിയാണ് നമ്മൾ സവോളയൊക്കെ എടുക്കുന്നത്. 10-30 ചുവന്നുള്ളി ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു പാൻ അടുപ്പത്തേക്ക് വെക്കുകയാണ്. അതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് മസാലക്കൂട്ടുകൾ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ 3 ഏലക്ക, 3 ചെറിയ കഷ്ണം കറുവപ്പട്ട, ഒരു 5-6 ഗ്രാമ്പു, ഇത്രയും ഇട്ട് കൊടുക്കുകയാണ്. അത് വെളിച്ചെണ്ണയ്ക്കിടന്ന് നല്ലപോലെ ഒന്ന് മൂക്കട്ടെ. മസാലക്കൂട്ട് നന്നായിട്ട് വെളിച്ചെണ്ണ കിടന്ന് മൂത്തിട്ടുണ്ട്. നമ്മളിനി ഇഞ്ചി ഗ്രേറ്റ് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. വെളുത്തുള്ളിയും കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇനി മൂപ്പിച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ചോപ്പറിലിട്ട് നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞിരിക്കുന്ന ഉള്ളിയും സവോളയുമാണ്. കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ അങ്ങ് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഉള്ളി നന്നായിട്ട് ബ്രൗൺ കളർ ആകുന്നിടം വരെ നമുക്കൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് വാടി കിട്ടിക്കോളും. നമ്മൾ ഇതിലേക്കുള്ള മസാല വേറെ ഒരു ചീനച്ചട്ടിയിൽ മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ടൊരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ നമ്മൾ ഒന്ന് ജസ്റ്റ് മൂപ്പിച്ചെടുക്കുകയാണ്. ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ മസാല മൂപ്പിക്കാൻ, അല്ലെങ്കിൽ നന്നായിട്ട് കരിഞ്ഞു പോകും. ഇനി സവോള നന്നായിട്ട് വാടിയതിലേക്ക് നമുക്കൊരു വലിയ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി തക്കാളി നന്നായിട്ട് വാടിക്കഴിഞ്ഞാൽ നമുക്കതിലേക്ക് മൂപ്പിച്ച് വെച്ചിരിക്കുന്ന മസാലപ്പൊടികളും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഇറച്ചി നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മളിനി ആ ഇറച്ചിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മസാലയുമായിട്ടൊന്ന് ഇറച്ചി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ കുറച്ച് നേരം കിടന്ന് വെന്ത് കഴിയുമ്പോൾ നന്നായിട്ട് ഇറച്ചിയിലേക്ക് മസാല പിടിച്ചോളും. ഇതിലേക്ക് അല്പം വെള്ളം, ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം, കാരണം നമ്മൾക്ക് ഗ്രേവി തീരെ ഇല്ല. അതുകൊണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ചൂടാക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി ആവും. ഇതിലേക്ക് ഒരു 1/2 മുറി തേങ്ങയുടെ പാല് അതും കൂടെ ചേർത്ത് കൊടുക്കാം. കറി പാകമായി വന്നിട്ടുണ്ട്. നമ്മളിനി അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. പരിപാടികൾ കഴിഞ്ഞ് നമുക്കിനി നെയ്ച്ചോറിൻ്റെ വർക്കിലേക്ക് കിടക്കാം. അതിനായിട്ട് കുക്കറിൽ തന്നെയാണ് നെയ്ച്ചോറും വെക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കുക്കറിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഇട്ടതിന് ശേഷം അതിലേക്ക് 5 ഏലക്ക, 3 കഷ്ണം കറുവപ്പട്ട, 7-8 കഷ്ണം ഗ്രാമ്പു, കുറച്ച് കുരുമുളക്, പൊടിക്കാത്ത കുരുമുളകും കൂടെ ഇട്ട് കൊടുക്കാം. നെയ്യിൽ കിടന്നത് നന്നായിട്ടൊന്ന് മൂക്കണം. അതിലേക്ക് നമ്മൾ 2 വലിയ സവോള നീളത്തിൽ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി സവോള നന്നായിട്ട് വാടി വരണം. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. സവോള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ഇനി 3 ഗ്ലാസ് അരിയാണ് ഞങ്ങൾ എടുക്കുന്നത്. അത് ഇട്ട് കൊടുക്കുകയാണ്. കഴുകി അതിലെ വെള്ളം മുഴുവൻ കളഞ്ഞെടുത്ത അരിയാണ്. നമ്മളിതിനി ഈ സവോളക്കകത്ത് നെയ്ക്കകത്ത് ഇട്ട് ഈ അരി നന്നായിട്ട് നമ്മൾ വറുത്തെടുക്കാനാണ് ഇനി പോകുന്നത്. കുറച്ച് നേരത്തെ പണിയാണ് വറുത്തെടുക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് കൈ വിടവിടാതെ ഇളക്കി നമ്മളിതിനെ വറുത്തെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 തേങ്ങയുടെ പാലാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മളെടുക്കുന്ന അരിയുടെ ഇരട്ടി വേണം വെള്ളം ചേർക്കാൻ. നമ്മൾ വെള്ളത്തിന് പകരം ഇവിടെ തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. അപ്പോൾ 3 ഗ്ലാസ് അരി എടുത്താൽ നമ്മൾ 6 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കണം. എന്നിട്ടിത് 1 വിസിലിന് നമ്മൾ ജസ്റ്റ് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. 1 വിസിൽ വന്നു കഴിഞ്ഞു. നമ്മളിനി ഒന്ന് തുറന്ന് നോക്കുകയാണ് ഇത് വെന്തോ എന്നറിയാനായിട്ട്. നമ്മുടെ അരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്.
ഇനി നമ്മളിതിലേക്ക് നെയ്യിൽ വറുത്തെടുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. വേണമെങ്കിൽ ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ഇതിൻ്റെ മുകളിലേക്ക് വിളമ്പാം. ഞങ്ങളിപ്പോൾ അതിലേക്ക് ഇടുന്നില്ല, അണ്ടിപ്പരിപ്പ് മുന്തിരി മാത്രമേ ഇടുന്നുള്ളൂ. അതിനെ ചോറുമായിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ള നെയ്യും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും, നല്ല രുചിയായിരിക്കും. അങ്ങനെ നല്ല ടേസ്റ്റുള്ള തേങ്ങാപ്പാലിൽ വേവിച്ചെടുത്ത നെയ്ച്ചോറും അതുപോലെ തന്നെ മട്ടൻ കറിയും റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം. ഇതിൻ്റെ കൂടെ സാലഡും കൂടെ സൈഡായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പപ്പടവും ഒക്കെ യൂസ് ചെയ്യാം. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.